ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ലോഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഹോണ്ട അമേസിനെ പറ്റിയാണ്. ഹോണ്ട അമേസ് നമുക്കറിയാം, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അങ്ങനെ മൂന്നാമത്തെ ജനറേഷൻ ഹോണ്ട അമേസ് ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഹോണ്ട അമേസിന്റെ എഞ്ചിൻ വരുന്നത് 1.2 ലിറ്റർ ഐവിടെക് എഞ്ചിനാണ് വരുന്നത്. ഇത് പെട്രോൾ ഹോണ്ട, ഇത് രണ്ടും തമ്മിൽ ആ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർക്ക് സുപരിചിതമായിട്ടുള്ള എഞ്ചിനാണ്. അത്രയും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരുപാട് പഴയ മോഡൽ ഹോണ്ട സിറ്റി, ഹോണ്ട അമേസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ കാണാം. അപ്പോൾ ഹോണ്ട അമേസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഹോണ്ട അമേസിന്റെ സെക്കൻഡ് ജനറേഷൻ ചില കാറുകൾ നമ്മുടെ ഹോണ്ട ഷോറൂമിൽ ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക, ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ 58,000 രൂപയുടെ ഓഫർ പറയുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ CVT ആണെങ്കിലും. ഏകദേശം സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ മാനുവൽ ഒരു 8,30,000 രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ CVT ആണെങ്കിൽ 9,30,000. ഇനി നമ്മൾ തേർഡ് ജനറേഷന്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3,995 മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട്, 1,733 മില്ലിമീറ്റർ വിഡ്ത്ത് ഉണ്ട്, അതുപോലെ 1,500 മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഏകദേശം നല്ല നീളമുള്ള ലെങ്ത് കൂടിയ ഒരു വാഹനം തന്നെയാണ്. എന്നാൽ വിഡ്ത്ത് അധികം ഇല്ലാത്തതുകൊണ്ട് ചെറിയ വഴികളിലൂടെയൊക്കെ ഹോണ്ട സിറ്റി കൊണ്ടുപോകുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 172 മില്ലിമീറ്റർ, നമ്മുടെ സാധാരണ ഒരു ഹാച്ച് ബാക്കിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ബൂട്ട് സ്പേസ് 416 മില്ലിമീറ്റർ ലിറ്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൂട്ടിലൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ കയറി കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അപ്പൊ ഈ വാഹനത്തിന്റെ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പൊ തേർഡ് ജനറേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം എഞ്ചിനാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പൊ അതിന്റെ മാനുവൽ വേരിയന്റിന് 9 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. ഇനി ഇപ്പം തേർഡ് ജനറേഷൻ നിങ്ങൾക്ക് CVT വേണമെങ്കിൽ 10,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു CVT വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോണ്ടയെ സമീപിക്കാവുന്നതാണ്. ഒരു 10 ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങളാണ് നമ്മൾ അധികവും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് മോഡലും ബേസ് AMD അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കും പറയാനുള്ള കാരണം. അപ്പൊ ഈ ഒരു തേർഡ് ജനറേഷൻ ഹോണ്ടയ്ക്ക് ആണെങ്കിലും നമുക്ക് ഏകദേശം 28,000 രൂപയുടെ ഓഫർ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ നിലവിലുള്ള ഓഫർ 28,000 രൂപ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയ. ഇനി ബേസ് മോഡലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട ചെയ്യുന്നുണ്ട്. കാരണം ഇത് ബേസ് മോഡൽ എസ് എന്നുള്ളതാണ് ബേസ് മോഡൽ വരുന്നത്. അതുപോലെ CVT വരികയാണെങ്കിൽ V ആണ്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഹോണ്ട കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. 5 സ്പീഡ് മാനുവൽ ആണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 8 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇത് CVT-യിലും മാനുവലിലും ഒരുപോലെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബേസ് മോഡൽ എടുത്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് 9 ലക്ഷത്തിനുള്ളത്. 4 ഡോർ പവർ വിൻഡോ, പുറകില് ഹെഡ് റെസ്റ്റ് വരുന്നില്ല, പക്ഷെ എന്താണ് പുറകില് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ പുറകിലിരിക്കുന്നവർക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. മുന്നിലിരിക്കുന്ന നമ്മൾ ഓട്ടോമാറ്റിക് ഓടിച്ചു പോവുകയാണെങ്കിൽ ഒരു ഹാൻഡ് റെസ്റ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം, നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓഡിയോ കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ ABS വിത്ത് EBD, 6 എയർ ബാഗ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതൊരു 5 സ്റ്റാർ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയ വാഹനമാണ്. അഡൽറ്റിന്, നമ്മുടെ കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ 4 സ്റ്റാർ കിട്ടിയ വാഹനമാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 14 ഇഞ്ച് സൈസാണ് വരുന്നത്. നമ്മുടെ ബേസ് മോഡൽ നോക്കുകയാണെങ്കിൽ വീൽ കപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ ആംറസ്റ്റ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM, നമ്മുടെ ഫ്രണ്ട് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്രണ്ടിലുള്ള ബ്ലാക്കും യെല്ലോയും കൂടെ കൂടി, ആ ഒരു ബീച്ച് കളറും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു കളറ് ഫ്രണ്ടിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ലക്ഷറി കാറിൽ ഇരുന്ന് ഓടിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ബോണറ്റ്, ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ ബോണറ്റ് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ബോണറ്റ് കണ്ടു ഓടിക്കാം. ഒരു SUV ഡ്രൈവ് ചെയ്യുന്ന ആ ഫീല് കിട്ടുകയും ഈ 10,30,000 ഓഫറോടുകൂടി 10 ലക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ ഇത് വർത്താണ് എന്ന് തന്നെ പറയാം CVT. അതുപോലെ AC ഒക്കെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന AC ആണ്. അതുപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പോരെ നമുക്കൊരു വാഹനം എടുക്കുകയാണെങ്കിൽ. പിന്നെ ഇതിന് കുറച്ച് ആളുകൾ റിവ്യൂ, നമ്മളിത് ഉപയോഗിക്കുന്ന ആളുകളുടെ റിവ്യൂ കണ്ടുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന്റെ പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്, സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്, പെർഫോമൻസ് കിടുക്കാച്ചി പെർഫോമൻസ് ആണ്. ഈ ഒരു വാഹനം എടുത്താൽ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല.
ചില ആളുകൾ മാത്രം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ CVT ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം ഒന്ന് പതുങ്ങിയിട്ടായിരിക്കും വണ്ടി കയറുന്നത്. അതുകൊണ്ട് തന്നെ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് നോക്കണം. കാരണം 1.2 ലിറ്റർ ആണ്, ടർബോ എഞ്ചിൻ അല്ല, നാച്ചുറലി ആസ്പിറേറ്റർ എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിൽ സൂപ്പറാണ്. പിന്നെ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഇത്രയും വിലയിൽ ഇത്രയും ആവശ്യത്തിലധികം ബാക്ക് ക്യാമറ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരന് ഹോണ്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ അമേസേ നോക്കുകയുള്ളൂ. ബാക്കിയുള്ള സിറ്റി ആണെങ്കിലും അതുപോലെ എലവേറ്റ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ പ്രൈസ് റേഞ്ചിൽ അധികം നിൽക്കുന്നതുകൊണ്ട് അതിലേക്ക് നോക്കില്ല. അപ്പൊ ഒന്നാമത് ഇതിന്റെ പെർഫോമൻസ് ആണ്, രണ്ടാമത് ഇതിന്റെ ഫീച്ചേഴ്സ് ആവശ്യത്തിനുള്ളിൽ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഹോണ്ട കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റീസെയിൽ വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ 2020 ഇറങ്ങിയ അമേസ് സെക്കൻഡ് ജനറേഷൻ അമേസിന് ഇപ്പം 6 വർഷം കഴിഞ്ഞാലും അന്ന് ഏകദേശം ഒരു 8.5 ലക്ഷത്തിന് ഇറക്കിയ ഏത് വണ്ടി, മാനുവൽ വണ്ടി ഇപ്പോൾ ഏകദേശം 5.5 ലക്ഷം. അപ്പൊ ആ ഒരു റേഞ്ച്, ഒരു 3 ലക്ഷത്തിനൊക്കെ 6 വർഷം കൊണ്ട് 3 ലക്ഷത്തിനൊക്കെ ഡിപ്രീസിയേഷനെ വന്നിട്ടുള്ളൂ. നല്ല വാഹനമാണെങ്കിൽ, നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല റീസെയിൽ വാല്യൂ ഉറപ്പാക്കാവുന്ന വണ്ടി തന്നെയാണ് ഹോണ്ടയുടെ ആയിട്ട് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഭാരത് എൻക്യാപ്പിലുള്ള 5 സ്റ്റാർ. അപ്പൊ നമ്മൾ ഓടിക്കുന്ന പലരും പറയുന്നുണ്ട് ഇതിന് അത്യാവശ്യം ഗ്ലോബൽ എൻക്യാപ്പിൽ പോവുകയാണെങ്കിലും 5 സ്റ്റാർ കിട്ടേണ്ട വണ്ടിയാണ്, കിട്ടും എന്ന് തന്നെയാണ് ഓടിക്കുന്ന പലരുമായിട്ടും റിവ്യൂകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനിത് വീഡിയോ ചെയ്യുന്നത് പലരുടെയും റിവ്യൂ ഓൺലൈനായിട്ടൊക്കെ നോക്കിയിട്ടും അറിയാവുന്ന ആളുകളോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പഴയ ഹോണ്ട സിറ്റി ആണെങ്കിലും അവനോടൊക്കെ ചോദിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ റീസെയിൽ വാല്യൂ ഒന്ന്, പിന്നെ ഇതിന്റെ എഞ്ചിൻ പെർഫോമൻസ്, പിന്നെ സേഫ്റ്റി. അത്യാവശ്യം 5 സ്റ്റാർ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഭാരത് എൻക്യാപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സേഫ്റ്റി 6 എയർ ബാഗ് ഉണ്ട്, ABS വിത്ത് EBD. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന്റെ പോസിറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയാനാണ് ഇതിന്റെ ഒരു സർവീസ് സെന്റേഴ്സ്, അതായത് സർവീസ് ചെയ്യാനുള്ള സെന്റേഴ്സ് അടുത്തെങ്ങും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പ്രധാന ടൗണുകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ നിലമ്പൂരാണ്. എനിക്ക് 45 കിലോമീറ്റർ യാത്ര ചെയ്ത് മലപ്പുറത്തോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയോ കൊണ്ടുവരുവാണ് ഇതിന് സർവീസ് കൊടുക്കാൻ വേണ്ടി. ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഹോണ്ടയുടെ ഒരു പ്രശ്നമായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് സർവീസ് സെന്റേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണെന്നുള്ളതാണ്. അതൊരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം ഇത് ഹോണ്ട അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർവീസ് എത്ര നന്നാക്കിയാലും കാര്യമില്ല. കാരണം എന്താണ്, സർവീസ് സെന്റേഴ്സ് അടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ സ്കോഡയുടെയും പ്രശ്നം അത് തന്നെയാണ്. സർവീസ് സെന്റേഴ്സ് അടുത്തൊന്നുമില്ല, ദൂരെയൊക്കെ ആയിരിക്കും. അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതുള്ളത് ഈ ഒരു ചെറിയ പെർഫോമൻസ് പെട്ടെന്ന് അങ്ങോട്ട് കുതിച്ചു കയറുന്ന രീതിയിലുള്ള ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള ചില ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു 2 കാര്യമാണ് ഇതിന് നെഗറ്റീവായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ഓവർടേക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു കാര്യം പറയാനുള്ളത് ഇതിന്റെ മൈലേജ് ആണ്. CVT ഹോണ്ട അമേസ് CVT ആണെങ്കിൽ ടൗണിൽ ഒരു 9, 10, 11 മൈലേജ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഇനി ഒരു മിക്സഡ് ആയിട്ട് നിങ്ങൾ ഹൈവേയും അതുപോലെ ലോങ് ഒക്കെ പോകുന്ന ആളാണെങ്കിൽ ഒരു 14, 15 CVTയുടെ കാര്യമാണ്, അത്രയും പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഹൈവേ ആണെങ്കിലും ഒരു 16, 17 കൂടുതൽ ഒരിക്കലും കിട്ടില്ല ഹോണ്ട സിറ്റി, ഹോണ്ട അമേസ് CVT. ഇനി മാനുവൽ ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. ടൗണിൽ ഒരു 12, 13 കിട്ടും. ഒരു മിക്സഡ് ആക്കിയാണെങ്കിൽ ഒരു 15, 16 വരെ കിട്ടും. ടൗണിൽ ഒരു 18, 19 ഒക്കെ മിക്സഡ് ആയിട്ട് ഒരു 15, 16 ഒക്കെ വരെ വരാം. അതുപോലെ ഹൈവേയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മാക്സിമം ഒരു 19 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം മൈലേജ് കമ്പയർഡ് ടു മാരുതി ആൻഡ് ഹ്യൂണ്ടായി ഒക്കെ നോക്കുകയാണെങ്കിൽ മൈലേജ് കുറച്ചും കൂടെ കുറഞ്ഞു നിൽക്കുന്നത് ഹോണ്ടയിലാണ് എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ്. അപ്പോൾ ഈ ഹോണ്ട എടുക്കുന്ന ആളുകൾ നമ്മളെ ഷോറൂമിൽ വിളിച്ച് ചോദിക്കുക, ഓഫർ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.